കേരള മെഡിക്കൽ 2023 കഴിഞ്ഞ വർഷം മെഡിക്കൽ പ്രവേശനത്തിനു വേണ്ടി, അതായത് MBBS, BDS, അഗ്രികൾച്ചർ, വെറ്റിനറി പോലെയുള്ള കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് വിവിധ അലോട്ട്മെൻറ്റുകളിൽ നമ്മൾ രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെയുള്ളത് അടച്ചിരുന്നു, ഓപ്ഷൻ കൊടുക്കുവാൻ വേണ്ടി. എന്നാൽ യാതൊരുവിധ അലോട്ട്മെൻറ്റും ലഭിക്കാത്ത കുട്ടികൾക്കും, അല്ലെങ്കിൽ നമ്മൾ സ്ട്രേ വേക്കൻസിയിൽ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളിലൊക്കെ അഡ്മിഷൻ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി 1 ലക്ഷം രൂപ അടച്ച വിദ്യാർത്ഥികൾക്കും, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ്ങിൽ ആദ്യ അലോട്ട്മെൻറ്റിൽ കിട്ടുകയും നമ്മൾ 1 ലക്ഷം രൂപ അടയ്ക്കുകയും പിന്നീട് തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ ഗവൺമെൻറ് മേഖലയിലോട്ട് കിട്ടിയതുകൊണ്ട് തിരികെ കിട്ടാനുള്ള തുക ലഭിക്കുന്നതിനുമൊക്കെയുള്ള റീഫണ്ട് നടപടികൾ, മെഡിക്കൽ വിഭാഗത്തിൻ്റെ റീഫണ്ട് നടപടികൾ കേരള എൻട്രൻസ് കമ്മീഷണർ ആരംഭിച്ചു. കഴിഞ്ഞ ജൂൺ മുതലുള്ള സമയങ്ങളിൽ കീം 2023 സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ കുട്ടിയുടെയോ അച്ഛൻ്റെയോ അമ്മയുടെയോ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങനെ അക്കൗണ്ട് വിവരങ്ങൾ ആഡ് ചെയ്തവർക്ക് ഇപ്പോൾ നിലവിൽ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ആ തുക എത്ര രൂപയാണോ ലഭിക്കാനുള്ളത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ അക്കൗണ്ടിലേക്ക് വരും. എന്നാൽ നിലവിൽ കീം 2023 CEE-Kerala.gov.in എന്ന നമ്മുടെ കേരള എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഈ ഫെബ്രുവരി 11 വരെ ആഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. നമുക്കറിയാം, ഓൾ ഇന്ത്യ അലോട്ട്മെൻ്റ് ഒക്കെ ഏത് കാർഡ് വെച്ചാണോ പേയ്മെൻറ്റ് ചെയ്തത് ആ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക് വരികയായിരുന്നു. എന്നാൽ കേരള മെഡിക്കൽ റീഫണ്ട് അങ്ങനെയല്ല. ക്യാൻഡിഡേറ്റിൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ അക്കൗണ്ട് ഡീറ്റെയിൽസ്, സേവിങ്സ് ബാങ്ക്സിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മളായിട്ട് തന്നെ കേരള എൻട്രൻസ് കമ്മീഷൻ വെബ്സൈറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് തീർച്ചയായിട്ടും ഫെബ്രുവരി 11 ശേഷം നമുക്ക് തിരികെ ലഭിക്കാനുള്ള തുക നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യും. അങ്ങനെ റീഫണ്ട് ലഭിക്കാൻ അർഹതയുള്ളവരുടെ ലിസ്റ്റ് കേരള എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കീം 2023 കാൻഡിഡേറ്റ് പോർട്ടലിൽ ഇടത്ത് സൈഡിലായിട്ട് റീഫണ്ട് ലിസ്റ്റ് മെഡിക്കൽ എന്ന ലിങ്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു PDF ലിസ്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മളുടെ പേരുണ്ടെന്ന് ഉറപ്പ് വരുത്തുകയും നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് നമ്മളുടെ തന്നെയാണെന്നും അതിനകത്തെ അക്കൗണ്ട് നമ്പറുകൾ കൃത്യമാണെന്നുള്ളതും വെരിഫൈ ചെയ്യുകയും ചെയ്യണം. ഇതുവരെയും ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 11 നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് വിവരങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കപ്പെടണം. ഒരു കാരണവശാലും NRI അക്കൗണ്ടിലേക്ക് അവർക്ക് പണം തിരികെ നൽകാനാവില്ല. സേവിങ്സ് അക്കൗണ്ടുകളിലോട്ടാണ് അവർ പണം തിരികെ നൽകുന്നത്. അങ്ങനെ അക്കൗണ്ട് വിവരങ്ങൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യേണ്ടതാണ്. കേരള മെഡിക്കലിൻ്റെയും എഞ്ചിനീയറിംഗ്, BPharm എന്നിവയുൾപ്പെടെ 2023 കേരള എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് വഴി അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് പണം തിരികെ ലഭിക്കാനുള്ള മുഴുവൻ കുട്ടികൾക്കും അതിൻ്റെ റീഫണ്ട് നടപടികൾ ഫെബ്രുവരി 15 തന്നെ എല്ലാവരുടെയും അക്കൗണ്ടിൽ പൈസ എത്തുന്നതാണ്. സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ നമ്മളെ സ്ട്രേ വേക്കൻസിയിൽ 1 ലക്ഷം രൂപ വരെ അടച്ച് അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്ന് വെയിറ്റ് ചെയ്തവരുണ്ട്. അവർക്ക് അലോട്ട്മെൻറ്റ് നടപടികൾ കിട്ടാത്തവർക്ക് ഈ പൈസ ഈ ഫെബ്രുവരി മാസം തന്നെ തിരികെ ലഭിക്കുന്നതാണ്. അപ്പം കേരള എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിലെ റീഫണ്ട് ചെയ്തവരുടെ ലിസ്റ്റ് പരിശോധിക്കുകയും അക്കൗണ്ട് ഡീറ്റെയിൽസ് നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് വെരിഫൈ ചെയ്യുകയും ഇല്ലെങ്കിൽ പുതിയതായിട്ട് ആഡ് ചെയ്ത് അതിനകത്ത് തെറ്റില്ല എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യേണ്ടതാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.